6 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. 8-ാം തീയതി വരെ കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ മാസം 8-ാം തീയതി വരെ കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ട്. 5 ദിവസം കസ്റ്റഡി. 6 ദിവസം 8-ാം തീയതി വരെ. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, 8-ാം തീയതി വരെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഈ 1-ാം പ്രതിയായ ഭർത്താവ് അനിലിനെ നാട്ടിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇസ്രായേലിലെ നിരീക്ഷണത്തിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ നിയമ നടപടികൾ എങ്ങനെയാണ് മുന്നിലേക്ക് പോയത്? അപ്പോൾ പോലീസ് ഇപ്പോൾ ഏത് മാർഗം സ്വീകരിച്ചിരിക്കുന്നു? എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ജിനു, സോമരാജ്, പ്രമോദ് എന്നീ പ്രതികളെയാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇവരെ 14 ദിവസത്തേക്ക് ആദ്യം കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായി റിമാൻഡ് ചെയ്തതിനു ശേഷമാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിച്ചത്. അപേക്ഷയിൽ പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാട്ടിയത് 15 വർഷം മുൻപ് നടന്ന കൊലപാതകമായതുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. നിലവിൽ തന്നെ പല തെളിവുകളും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് പരിഗണിച്ച കോടതി 6 ദിവസത്തേക്ക് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 4 പ്രതികളാണ് മാന്നാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലക്കേസിൽ ഉള്ളത്. അതിൽ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇനി പിടികൂടാനുള്ളത് അനിൽകുമാറാണ്. ഇയാൾ വിദേശത്താണ്. പൂജ പറഞ്ഞതുപോലെ ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നതിനൊപ്പം തന്നെ ഇയാളെ അവിടെ നിന്ന് നാട്ടിലേക്ക് വിട്ടുകിട്ടണമെന്നുണ്ടെങ്കിൽ എംബസി വഴിയുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അതിന് കുറച്ചധികം സമയമെങ്കിലും എടുക്കും എന്നുള്ളതാണ് രാവിലെ പോലീസ് മേധാവി അടക്കം പറഞ്ഞത്. കാരണം അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കാരണം 15 വർഷം മുമ്പ് നടന്നൊരു കൊലപാതകം, അതിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നു, 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു നടപടിക്രമങ്ങൾ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇയാളെ അവിടെ നിന്ന് വേഗത്തിൽ വിടുതൽ വാങ്ങി ഇവിടെ എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിലവിൽ 3 പ്രതികളെയും പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം പ്രതികളുമായി പോലീസ് കോടതിയിൽ നിന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. എന്തായാലും ഏറെക്കുറെ കാര്യങ്ങളിലേക്ക് പോലീസ് വ്യക്തത കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അനിലിനെ മാത്രം നാട്ടിലെത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട നീക്കം 1-ാം പ്രതിയാണ്. ആ ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കാം. ഇപ്പോൾ അവിടെ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്? നിരീക്ഷണത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തത അത് പോലീസ് നമ്മളോട് പറയുന്നുണ്ടോ? നിലവിൽ ഇതിനകത്തെ കേസിൻ്റെ നിർണായകമായ ഒരു ഘട്ടമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ സെപ്റ്റി ടാങ്കിൽ നിന്ന് വീണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങൾ കലയുടേതാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. അതിന് ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണ്. ഫോറൻസിക് വിദഗ്ധരടക്കം ഇന്നലെ ശേഖരിച്ച തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിനൊരു നടപടിക്രമവും അതിനൊരു സമയവുമുണ്ട്. ഒരു 2 ആഴ്ചയെങ്കിലും ഏറ്റവും കുറഞ്ഞത് എടുക്കും എന്ന് മാത്രവുമല്ല, ഇത്രയും അധികം വർഷം പഴക്കമുള്ളതായതുകൊണ്ട് തന്നെ എന്താണ് കിട്ടിയതെന്നുള്ള കാര്യത്തിൽ തന്നെ നിലവിൽ സംശയമുണ്ട്. ശരീരാവശിഷ്ടമാണോ, അല്ലെങ്കിൽ മുടിയാണോ, അല്ലെങ്കിൽ മറ്റ് വസ്ത്രങ്ങളുടെ എന്തെങ്കിലും ഭാഗങ്ങളാണോ എന്നൊക്കെയുള്ളത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്ന് മാത്രവുമല്ല, ഇത് എന്താണെന്ന് തിരിച്ചറിയുകയും കലയുടെ DNA-യുമായിട്ട് ഇതിന് മാച്ച് ചെയ്താൽ മാത്രമേ കേസിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം കഴിയുകയുള്ളൂ. കാരണം നിലവിൽ കാണാതായി, അതായത് ഈ ബന്ധുക്കളൊക്കെ പറയുന്നത് പോലെ തന്നെ ആരോടോ കൂടോ ജീവിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ ബന്ധുക്കൾ കഴിഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അനിൽകുമാറും കൂട്ടരും ബോധപൂർവം അത്തരം ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ കേസിൽ ഏറ്റവും നിർണായകം ഈ പ്രതികളെ 1-ാം പ്രതിയെ വിട്ടുകിട്ടുന്നതിനപ്പുറം ഈ DNA പരിശോധനാ ഫലം പോസിറ്റീവ് ആവുക എന്നുള്ളതാണ്. അതായത് കലയുടേതാണ് ഈ ലഭിച്ച വസ്തുക്കൾ എന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ കേസിൻ്റെ ഒരു പ്രധാന ഘട്ടം, അല്ലെങ്കിൽ ഒരു പ്രധാന ഒരു കേസിൻ്റെ നിലനിൽപ്പ് തന്നെ ആ DNA ടെസ്റ്റിങ്ങിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നിടം വരെ പോലീസിനൊരു സമയമുണ്ട് മറ്റ് തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി. അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ് നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതിനൊരു രഹസ്യാത്മകത പോലീസ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതെന്താണെന്ന് കഴിഞ്ഞ ദിവസം SP പറഞ്ഞത്, അതായത് 15 വർഷം മുൻപ് നടന്നൊരു കൊലപാതകമാണ്. ഇത് സംബന്ധിച്ചൊരു ഒരു വിവരം അമ്പലപ്പുഴ പോലീസിന് ലഭിച്ചു. അന്വേഷിച്ചപ്പോൾ ആ വിവരത്തിൽ ഒരു കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികളിലേക്ക് എത്തുന്നതും ഇത്തരത്തിൽ 15 വർഷം മുൻപ് കാണാതായ യുവതിയെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് കൊന്ന് സ്വന്തം വീട്ടിലെ സെപ്റ്റി ടാങ്കിൽ കുഴിച്ചിട്ടതാണെന്നുള്ള തിരിച്ചറിവിലേക്ക് പോലീസ് എത്തുന്നത്. തീർച്ചയായും